പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. ഇന്ന് ഭാര്യയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, ഗൾഫിനെ കുറിച്ച്, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചിന്തിച്ചവരാണ്. പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? മനസ്സിന്റെ ഏറ്റവും വലിയ സുഖം അള്ളയാണ്. എല്ലാത്തിനും കാരണം അള്ളാഹുവാണ്. മുഹമ്മദ് നബിയെ നമുക്ക് തന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഇതൊരു ആയത്താണ്. നമ്മൾ അർത്ഥം വെച്ച് പോവാണ്, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. അള്ളാഹനെ ഓർക്കലാണ് ഹൃദയത്തിന്റെ സുഖം എന്ന് ഖുർആൻ സംശയത്തിന് വഴിയില്ലാതെ ഉറപ്പിച്ച് പറഞ്ഞതാണ്. എങ്കിൽ അനുഭവിക്കണം. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾക്കിടയിൽ, വിലക്കുകൾക്കിടയിൽ, ഒരുപാട് സാഹചര്യങ്ങൾക്കിടയിൽ, പ്രതികൂലാവസ്ഥകൾക്കിടയിൽ നമ്മൾ ആയത്തോത്, അർത്ഥം വെക്കുക, വാള് പറയാ, സംഘടിപ്പിക്കുക, കേൾക്കുക, പിരിക്കുക എന്നതിലപ്പുറം ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിട്ടുപിരിയുന്ന പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ ഏറെ പ്രതീക്ഷിക്കുന്ന കോടാനക്കോടി ശുദ്ധാത്മാക്കളായ മലക്കളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനെ മനസ്സിരുത്തിയിട്ടൊന്ന് ഓർക്കുകയാണ്. തൊണ്ട അനക്കാതെ, നാക്കനക്കാതെ, ശബ്ദിക്കാതെ അള്ളാഹുവിനെ ഓർക്കുകയാണ്. നമ്മളെ മനുഷ്യനാക്കിയത് അള്ളാഹുവാണ്, മുസ്ലിമാക്കിയത് അള്ളാഹുവാണ്, ഉമ്മത്ത് മുഹമ്മദിൽ നമ്മളെ മെമ്പറാക്കിയത് അള്ളാഹുവാണ്. ഏതോ ഒരു രാമന്റെയും ലക്ഷ്മിയുടെയും മകനായി ബിംബത്തിനെ തൊഴുതുന്ന വീട്ടിൽ പ്രതിഷ്ഠയുടെ നേരെ ചുവട്ടിൽ കട്ടിലിൽ നമ്മൾ പ്രസവിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് ഞാൻ അബ്ദുൽ ജലീൽ അല്ല, കുമാരനായിരിക്കും. പക്ഷേ എന്നെ അള്ളാഹു കുഞ്ഞാലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും ആയിഷ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെയും മകനായി ഒരു തറവാട്ടിൽ ജനിപ്പിച്ചത് കൊണ്ട് ഞാൻ തലയിൽ തൊപ്പിയിട്ടു. ഞാൻ ഈ രീതിയിലായി. എന്റെ ബുദ്ധി കൊണ്ടൊരിക്കലും ഒരു പക്ഷെ ഹിദായത്തിലെത്താൻ എനിക്ക് കഴിയില്ല. അത് അള്ളാഹുവിന്റെ വരദാനമാണ്. ആ അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുവെങ്കിൽ അവൻ ഏറ്റവും വലിയ നന്ദി കെട്ടവനാണ്. പൂച്ചയ്ക്ക് ഒരൽപ്പം ഭക്ഷണം കൊടുത്തുകൊണ്ട് നാം തിരിച്ചു പോകുമ്പോൾ ആ പൂച്ച മ്യാവൂ എന്ന് പറഞ്ഞാൽ, നായക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ വണ്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് നായ വാലാട്ടിയിട്ട് ശബ്ദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതെല്ലാം നാം ഒരു ഇറച്ചി കഷ്ണം കൊടുത്ത നന്ദിയാണെങ്കിൽ, ഒരു മീനിന്റെ മുള്ളു കൊടുത്ത നന്ദിയാണെങ്കിൽ, ആ മീനിന്റെ മുള്ള് പൂച്ചക്ക് വേണ്ടി മാറ്റിവെച്ചതല്ല, നമ്മൾ വലിച്ചെറിഞ്ഞതാണ്. ആ ഇറച്ചി നാം നായക്ക് വേണ്ടി വാങ്ങിയതല്ല, നാം വേസ്റ്റായി ഒഴിവാക്കിയതാണ്. അതൊന്നും നായ ചിന്തിക്കൂല, അതൊന്നും പോയി ചിന്തിക്കൂല. തന്നില്ലേ എന്ന നന്ദിയാണ് ആ കാണിച്ചതെങ്കിൽ അനേകായിരം അതിസർജനങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പേമാരിയിൽ നിമിഷാർത്ഥത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതോ സ്ഥലത്ത് കണ്ട വസ്തുതകൾ ആശയങ്ങളാകുന്നു, ആശ ഭാഷയാകുന്നു, ഭാഷ പദങ്ങളാകുന്നു, പദങ്ങൾ നാവിൻ തുമ്പത്ത് വരുന്നു, നാവിൻ തുമ്പത്ത് നിന്നത് ക്രമേണ പുറത്തു വരുന്നു. നിഅമത്തല്ലാ എന്ന ഖുർആൻ പറയുന്നത്, നിഅമല്ലാ എന്നല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണക്ക് കൂട്ടണ്ട. അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന്റെ ആഴവും പരപ്പും പ്രവിശാലതയും കണക്ക് കൂട്ടിയാൽ ഒരു പിടുത്തവും കിട്ടാതെ അത്ഭുതപ്പെടുന്ന അവസ്ഥയിൽ ഓരോ സെക്കൻഡിലും കോടാനക്കോടി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി രാജാവിനെ പോലെ വാഴ്ത്തുമ്പോൾ ഇന്ന് വരെ ആ അള്ളാഹുവിനെ ഒന്നോർത്തുകൊണ്ട് നെടുവീർപ്പ് വിടാൻ, ശ്വാസോച്ഛ്വാസത്തിൽ സുഖം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ മരിച്ചു പോയാൽ മണ്ണ് നമ്മെ കൈകാര്യം ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചുണ്ടനക്കണ്ട, തൊണ്ടയനക്കണ്ട, നാവ് ചലിപ്പിക്കണ്ട, ശബ്ദിക്കണ്ട. മനസ്സിൽ നിന്ന് ഇപ്പോൾ ഭാര്യയെ മാറ്റിവെക്കുക, പ്രിയപ്പെട്ടവരെ, മക്കളെ മാറ്റിവെക്കുക, ബിസിനസിനെ മാറ്റിവെക്കുക, പ്രസംഗത്തെ മാറ്റിവെക്കുക, പാട്ടിനെ മാറ്റിവെക്കുക, പ്രബന്ധത്തെ മാറ്റിവെക്കുക, ഫുലൂസിനെ താഴെ ഇറക്കുക, ഉദ്യോഗങ്ങളുടെ കുപ്പായ മോരിവെക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മയുടെ നഗ്നമായ അവസ്ഥയിൽ ഈ പാതിരാവിൽ മലക്കുകളുടെ കൈകളിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് മനസ്സിരുത്തിയിട്ട് ഓർക്കാം അല്ലാഹ്. അതുകൊണ്ട് ആരും ചൊല്ലാതെ, പറയാതെ, ബഹളം വെക്കാതെ നമുക്ക് ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, ഓക്സിജൻ തരുന്ന അല്ലാഹയെ മനസ്സിലൊന്ന് കൊണ്ടുവരിക.
അല്ലാ എന്ന് മാത്രം, വേറെ ഒരു ഓർമ്മയുമില്ലാതെ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് നമ്മുടെ ദോഷങ്ങളാകുന്ന പാറകൾ ഉരുകാൻ, കീടങ്ങൾ കരിയാൻ, വൈറസുകൾ തകർന്ന് തരിപ്പണമാകാൻ ഈ ഓർമ്മക്ക് കഴിയും. ഈ ഓർമ്മക്ക് ഊർജമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുക. മറ്റൊരു ചിന്തയും ഹൃദയത്തിലേക്ക് കടന്നു വരരുത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവനിലേക്കാണ് നമ്മൾ പോകുന്നത്, അവനിൽ നിന്നാണ് നമ്മൾ വന്നത്, അവന്റെ ഖുദ്റത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് വരെ ആ അല്ലാഹുവിനെ മനസ്സുകൊണ്ട് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടബോധം, അതിൻ്റെ കുറ്റബോധം ഈ രാത്രിയിൽ നമ്മൾ പരിഹരിക്കണം. അല്ലാഹുവിനെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ഭക്ഷണം തരുന്നത് അവനാണ്, ഓക്സിജൻ തരുന്നത് അവനാണ്. ഈ സമയത്ത് ആരുടെയെങ്കിലും ശ്വാസമൊന്ന് പടച്ചു പോയാൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി 1 മണിക്കൂർ ഓക്സിജൻ കൃത്രിമമായി കിട്ടിയാൽ അതിൻ്റെ ബില്ലടക്കുന്നത് 25,000 രൂപയാണ്. ഇത് ഫ്രീ ആയി എല്ലാ സെക്കൻഡിലും നമുക്ക് ചെയ്തു തരുന്ന അല്ലാഹനെ നമ്മൾ മറക്കരുത്. മനസ്സ് നിറയെ അല്ലാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇന്ന് വരെ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് കഴിയണം. കഴിഞ്ഞേ തീരൂ. കഴിയാതെ പോകരുത്. അതിൽ കീടങ്ങൾ ഉരുകണം, അതിൽ രോഗങ്ങൾ മാറണം, അതിൽ തസ്കിയത്തിന്റെ ബാബ് തുറക്കണം, അതിൽ ഇഖ്ലാസ് കിട്ടണം. മെല്ലെ മെല്ലെ എല്ലാവരും ഒന്ന് തൊണ്ടയിലേക്ക്, ഒന്ന് നാവിലേക്ക് അല്ലാ അല്ലാ അല്ലാ, റൂഹിന്റെ സംഗീതം പോലെ അല്ലാ. ഇന്ന് വരെ സുഖിക്കാൻ കഴിയാത്ത സംഗീതമായ അല്ലാ അല്ലാ അല്ലാ. പാതിരാവാൻ ഒന്നും ഓർക്കാതെ വിളിച്ചോളൂ പ്രിയപ്പെട്ടവരെ. റബ്ബിന്റെയും നമ്മുടെ ഇടയിൽ ഈ രാത്രിയിൽ തടസ്സമില്ല. എത്ര തമാടിത്തരങ്ങൾ ചെയ്താലും ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. വാത്സല്യനിധിയായ ഒരു മാതാവ് സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് അടിമകളോട് ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനൊന്ന് വിളിച്ചോളൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹനെ മെല്ലെ വിളിച്ച് കണ്ണ് നിറയട്ടെ. അല്ലാ 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 അല്ലാ. ഇന്ന് വരെ വിളിച്ച് കരയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാ, പാതിരാവാൻ പാതിരാവാൻ അല്ലാ 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 അല്ലാ. ഇന്ന് വരെ കഴിയാത്ത ഒരനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് അല്ലാ. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയുക എന്ന് മുഹമ്മദ് മുസ്തഫ. അതിനുള്ള പരിശ്രമമാണ് പഠിച്ചവന്. അല്ലാ അല്ലാ. മലക്കുകൾ ഈ സംഗീതം കേൾക്കട്ടെ. അല്ലാ അല്ലാ. കൽബുകൾ സജീവമാകട്ടെ പ്രിയപ്പെട്ടവരെ. തുരുമ്പ് പിടിച്ച മനസ്സ്, കാറ പിടിച്ച മനസ്സ്, ചളി പുരണ്ട മനസ്സ്, മലിയമസമായ മനസ്സ്, അത് ശുദ്ധമാകാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. അല്ലാ 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 അല്ലാ. ഈ ഒരൊറ്റ വിളിയിൽ കൊല്ലങ്ങളോളം ചെയ്തു കൂട്ടിയ പാപകൂമ്പാരങ്ങൾ തകർന്ന് തരിപ്പണമാകട്ടെ. അല്ലാ അല്ലാ
അല്ലാഹ് 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 പടച്ചവനെ സ്വീകരിക്കണ റബ്ബേ. അല്ലാഹ് 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 അല്ലാഹ്. പ്രിയപ്പെട്ടവരെ ഇനി എല്ലാവരും നിശബ്ദരാകണം. എല്ലാവരും നിശബ്ദരാകണം. നമ്മൾ ഒരു വലിയ അമലിലേക്ക് കടക്കുകയാണ്. നമ്മൾ മറന്നു പോകുന്ന ഒരു ഗൗരവമുള്ള കാര്യം, തിരക്കിനിടയിൽ മറന്നു പോവുകയാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് വയല് പറഞ്ഞവനാണ് ഞാൻ, വയല് കേൾക്കുന്നവരാണ് നമ്മൾ. ഇന്ന് വരെ മനസ്സിൽ തട്ടി ചിന്തിച്ചിട്ടില്ല. ഇന്നലെ നോമ്പ് പറന്ന ഒരാളിന്ന് ഖബറിലാണ്. മിന്നാന്ന് നോമ്പ് പറപ്പിച്ച ഒരാളിന്ന് ഖബറിലാണ്. ഈ റമളാൻ മാസം കണ്ട ആയിരങ്ങൾ ഇന്ന് ഖബറിലാണ്. അവര് പെരുന്നാൾ മാസം കാണാനില്ല. നമ്മളെ നാളത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മള് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അത് മരണം നന്നാവാൻ നല്ല കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ മയ്യത്ത് കണ്ടാലും നമുക്ക് ഓർമ്മ വന്നിട്ടില്ല. കട്ടിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും ഓർമ്മ വന്നിട്ടില്ല. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുമ്പോഴും ഓർമ്മ വരാറില്ല. നമ്മുടെ പണമാണ് കാരണം. പ്രഭാഷണത്തിന്റെ തിരക്കാണ്, ബിസിനസിന്റെ തിരക്കാണ്. പക്ഷേ പറ്റൂല. മരണം നാം വരിക്കും, ഖബറിൽ നാം കിടക്കും. എങ്കിൽ ഓർക്കണം, നാളെ ഗൾഫിൽ പോകുന്നവൻ ഇന്ന് ഓർമ്മയില്ലെങ്കിൽ വിഡ്ഢിയാണ്. പക്ഷേ ഗൾഫിൽ പോക്ക് മുടക്കാൻ സാധ്യതയുണ്ട്. ടിക്കറ്റ് മിസ്സാവാം, ഫ്ലൈറ്റ് മിസ്സാവാം, പാസ്പോർട്ട് കളഞ്ഞു പോകാം, വിസ ക്യാൻസൽ ആവാം. എന്നാൽ മരണം അത് ഒരിക്കലും മുടങ്ങൂല്ല. മയ്യത്ത് കെട്ടിലാകുന്ന വാഹനം വരാതിരിക്കൂല, ഖബറിലേക്ക് പോവാതിരിക്കൂല. അതുകൊണ്ട് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നത് മാത്രമേ അറിയാത്തതുള്ളൂ. ഒരു പക്ഷേ അറ്റാക്ക്, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒന്നുമല്ലാതെ. നോമ്പ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പായസത്തിൽ നിന്ന് അണ്ടിപ്പരിപ്പ് തെരഞ്ഞ് തമാശ പറഞ്ഞ് വായിലിട്ട് ചവക്കുന്നവൻ മഞ്ചേരി ഭാഗത്ത് മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്. ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ട എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ സുബൈർ എൻ്റെ നാട്ടുകാരനാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പെട്ടെന്ന് മിംസ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. നാളത്തെ നമ്മുടെ അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല, മരിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും, അല്ല ഞാൻ, നിങ്ങളും ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മരണം, അയൽവാസിയുടെ മരണമല്ല, നമ്മുടെ മരണം ഒന്ന് ചിന്തിക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മരിച്ചാൽ താട കെട്ടാൻ സാധ്യതയുള്ള ഒരാളെ സങ്കല്പിച്ചു നോക്കൂ. വാപ്പയാകാം, എളാപ്പയാകാം, മൂത്താപ്പയാകാം, അമ്മാവനാകാം, വല്യമ്മയാകാം. നമ്മളിങ്ങനെ വീട്ടിൽ പെട്ടെന്നൊരു കൊളത്തിപ്പിടിക്കൽ, ആ സമയത്തൊരു തളർച്ച, ഉമ്മ ചോദിക്കുന്നു എന്ത് പറ്റി മോനെ, ഒരു ചെറിയ ചെറിയ പ്രതികരണം. വാപ്പ നോക്കുമ്പോൾ അവൻ വീഴുന്നത് പോലെ, അവന്റെ കണ്ണ് മേലോട്ട് വലിയുന്നത് പോലെ. പുതുമണവാട്ടി മണിയറയിൽ കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞപ്പോൾ കാത്തിരിക്കുകയാണ്.
ഉമ്മ വിളിക്കണ മോളെ, ബനതാ കുഴഞ്ഞു വീണിക്കണ്. ഭാര്യതാ ഓടി വരുന്നു. അവൻ റേഞ്ച് മാറുകയാ പ്രിയപ്പെട്ടവരെ, ലോകം മാറുകയാണ്. വാലിൽ കേട്ടിരുന്നത് കാണാൻ തുടങ്ങുകയാണ്. ഇന്നി അറാ മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്ന മനസ്സിലാണ്. സുബ്ഹാനല്ലാഹ്, ആയുസ് കഴിഞ്ഞു മോനെ, ദുനിയാവ് അവസാനിച്ചു മോനെ. മലക്കുകളതാ വരി വരിയായി വരുന്നു. തമ്മാടിയാണെങ്കിൽ സബാനിയാക്കൽ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ ഒന്നൊന്നായി കാണുന്നു. അസ്രായീൽ മാത്രമാണ് അവസാനം വരികയാണ്. സുബ്ഹാനല്ലാഹ്, കാലിന്റെ അടിയിൽ നിന്ന് തുടങ്ങുന്ന വേദന. ഉമ്മ നോക്കി നിൽക്കുന്നു. വാപ്പ എന്തേ മോനെ എന്ന് ചോദിക്കുന്നു. പ്രതികരിക്കാൻ കഴിയുന്നില്ല റബ്ബേ, പ്രതികരിക്കാൻ കഴിയുന്നില്ല നാഥാ. വേദന മുറുകുന്നു, കാൽമുട്ടിലേക്ക് കയറുന്നു, ഊരയിലേക്ക് പൊങ്ങുന്നു. വാരിയെല്ലുകൾ പൊടിയുന്നത് പോലെ, അണ്ണാക്കിൽ മുള്ളു തറച്ചതുപോലെ, തീജ്വാലകൾ നെറുന്തലയിൽ വീണതുപോലെ, നരമ്പുകൾ കരിയുന്നത് പോലെ അസ്രായീലിനെ കാണുന്നു. വാലിൽ കേട്ടത് അനുഭവിക്കുന്നു റബ്ബേ. ഉമ്മ കരയുന്നു, ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു. ചെറിയ മോന് വാപ്പയെ നോക്കിയിട്ട് വിതുമ്പുമ്പോ എളാപ്പെടുത്തു കൊണ്ടുപോകുന്നു. കുട്ടി പേടിക്കും. പടച്ചവനെ, റേഞ്ച് മാറുന്നു റബ്ബേ. ഈമാനുള്ളവർ ഓർത്തെടുക്കുന്നു റബ്ബിന്. റമളാനിന്റെ 27-ാം രാവിന്റെ പാതിരാത്രിയിൽ പടച്ചവനെ ഓർത്ത് വിതുമ്പിയവർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലക്ഷണങ്ങൾ കൊണ്ട് മരിച്ചോ എന്നുറപ്പായപ്പോൾ ഒരാള് വന്ന് കണ്ണടക്കുന്നു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. കണ്ണടക്കുന്നു. ഒരാള് താടകെട്ടുന്നു. പ്രസംഗിച്ചവനാ, പാട്ടുപാടിയവനാ, ഗീബത്ത് പറഞ്ഞവനാ, നമീമത്തിന് കൂട്ടുനിന്നവനാ. മിണ്ടുന്നില്ല, വായ പൂട്ടുന്നു. പിന്നെ വിളംബരമാണ്. മരിച്ചു എന്നുറപ്പായി. ഭാര്യ കുഴഞ്ഞു വീണു. ഉമ്മ അവിടെ ഇരുന്നു. ബാപ്പക്ക് ഒരു പൊടുത്തം കിട്ടണില്ല. ചിലര് പറഞ്ഞു മരിച്ചത് വിളിച്ചു പറഞ്ഞോളി. സുബ്ഹാനല്ലാഹ്, എളാപ്പതാ ഗൾഫിലേക്ക് വിളിക്കുന്നു. 5-ന് വിളിക്കുകയാ. മോനെ, ഓ നല്ല പണിത്തിരക്കിലാണ്. എന്താ എളാപ്പ? എളാപ്പാന്റെ കുട്ടിക്ക് എന്താ പണി? എന്താ എളാപ്പ? കുട്ടി വേഗം ടിക്കറ്റ് എടുത്തൊന്ന് വരുമോ? എന്താ എളാപ്പ പറയും. കുട്ടി വേഗം വരും. പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതാ ഗൾഫിലൊക്കെ വാർത്തയായി, നാട്ടിലൊക്കെ വാർത്തയായി. അപ്പൊ ഖതീബ് പറഞ്ഞു, ഇപ്പൊ ഇവിടുന്ന് നിസ്കരിച്ചു പോയിട്ടുള്ളൂ. വേറെ ആള് പറഞ്ഞു, തറാവീന് എന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരാള് പറഞ്ഞു, ഇന്നലെ ഞാൻ ബൈക്കമ്മ കയറ്റി കൊണ്ടുപോയതാണ്. മറ്റൊരാള് പറഞ്ഞു, കുട്ടികൾക്ക് തുണിമുപ്പ എടുക്കാൻ കടയിൽ കയറിയത് ഞാൻ കണ്ടിരുന്നു. എന്തുണ്ടായിട്ടെന്താ? ഇന്നാ ലില്ലാഹ്. കട്ടിലിൽ നിവർന്ന് കിടക്കുകയാ. പാൻറ്റൂരി, ബനിയനൂരി, തുണിയൂരി, വിലപിടിപ്പുള്ള വാച്ചൂരി, മോതിരമൂരി, ഒറ്റ തുണിയിൽ പൊതിയുന്നു.
വയറ് ബലൂണ് പോലെ വീർക്കാതിരിക്കാൻ വന്നിക്കപ്പെടാത്തൊരു ചെറിയ സാധനം കയറ്റിവെക്കുന്നു. കാണാൻ വരവുകയായി. ഈച്ചനാട്ടാൻ അഞ്ചനിരിക്കുന്നു. ഇടക്കിടക്ക് ഉമ്മ വന്നിട്ട് എത്തിപ്പാളി നോക്കുന്നു. പാളി നോക്കിയ ഉമ്മ നെഞ്ഞത്തടിച്ച് കരയുന്നു. വാപ്പ സൈഡിൽ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് കാണുന്നു. അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ഉമ്മ പറഞ്ഞു, ഉപ്പ പോണ്ട മോളെ. ഭാര്യന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും ചേർന്ന് ഭാര്യയെ താങ്ങിക്കൊണ്ടുവരുന്നു. ഇനിയും പൈതം മക്കളിട്ടിട്ട് നിങ്ങൾ പോകാന്ന് പറഞ്ഞ് കരയുന്നു. ഇനിയും പൈതം മക്കളിട്ടിട്ട് നിങ്ങൾ പോവാ. വീഴാൻ പോയ ഭാര്യയെ അവളുടെ ആങ്ങളെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി കിടത്തുന്നു. ശോകമോഹമായ അന്തരീക്ഷമാ. فملي إذا أملت أو قيل قد مضى وملي إذا شدت إلى الرأس لحيتي. ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ എല്ലാരും കരയല്ലേ. സുബ്ഹാനല്ലാഹ്. പ്രസംഗിച്ചെന്ന് റഹ്മാനിക്ക് മുണ്ടാട്ടല്ല. ചിലരൊന്ന് പറയണ, മിന്നാന്ന് ഞങ്ങളെ നാട്ടിൽ പ്രസംഗിച്ചതാ. ബേക്കുമ്മ പോയന് മുണ്ടാട്ടല്ല. പടച്ചവനെ നിശ്ചലനായി നിസ്സായ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പൊ ചിലര് പറയണോ, മയ്യത്ത് എപ്പോഴാ എടുക്കണ? മഴക്കാലല്ലേ. കഴിഞ്ഞ വർഷം ഈ പള്ളിയിൽ വന്ന് പാതിരാവിൽ കരഞ്ഞ പലരും പള്ളിക്കാട്ടില. അടുത്ത കൊല്ലത്തെ നമ്മുടെ അവസ്ഥ പറയാൻ പറ്റൂല. അതുകൊണ്ട് ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. മയ്യത്ത് കുളിപ്പിക്കല്ലേ. അപ്പൊ ഒരാള് പറഞ്ഞു, കോയത്തുനിന്ന് 2 ആള് വരാണ്ട്. കാരണന്മാര് പറഞ്ഞു, ഇനി കാക്കണ്ട, മഴക്കാലാണ്. സുബ്ഹാനല്ലാഹ്. മരിച്ചതറിഞ്ഞ് പെണ്ണന്മാര് വരികയായി. റബ്ബേ, സ്കൂളിൽ കൂടെ പഠിച്ചവരതാ വരുന്നു, കോളേജിൽ കൂടെ പഠിച്ചവര് വരുന്നു, സംഘാടകർ വരുന്നു. എല്ലാവരും നോക്കുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു. എന്തായിരുന്നു സോക്കട്? ഒന്നുമില്ല, നോമ്പർന്നിരുന്നതാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ആളുകൾ വന്നു. നല്ല തണുപ്പായതുകൊണ്ട് വെള്ളം ചൂടാക്കുന്നു. പന്തലതാ പുറത്ത് കെട്ടുന്നു. മാർബിൾമ വെച്ച് കുളിപ്പിക്കാൻ പറ്റൂല. മസാലപരമായി വിരോധമുള്ളത് കൊണ്ടല്ല, മാർബിൾ പുതിയതാണ്, പൊട്ടിക്കണ്ട എന്ന് പേടിച്ചതാ. അവനുണ്ടാക്കിയ കോടികൾ വിലമതിക്കുന്ന വീട്ടിൽ നിന്ന് വാപ്പയെ കുളിപ്പിക്കാ മക്കൾ പുറത്തേക്ക് ഇറക്കുന്നു. പന്തല് കെട്ടുന്നു, കുളിപ്പിക്കുന്നു. പെങ്ങന്മാര് വരുന്നു, കരയുന്നു. അയൽവാസികൾ താടിക്ക് കൈവച്ചുകൊണ്ടിരിക്കുന്നു. മുതഅല്ലിമീങ്ങൾ ഖുർആൻ ഓതുന്നു. പറഞ്ഞതും കേട്ടതും അതാ അനുഭവിക്കുന്നു. മയ്യിത്ത് കുളിപ്പിക്കുന്ന സമയമായി. സുബ്ഹാനല്ലാഹ്. ആര് മുമ്പിലും ചൂളാതെ ധൈര്യത്തോടെ നടന്നവൻ മിണ്ടുന്നില്ല. പിടിച്ചിരുത്തി മുട്ടിലേക്ക് ചരിച്ചിരുത്തിയിട്ട് ബ്രഷ് ചെയ്തു കൊടുക്കുന്നു. വയറ് അമർത്തി തടവുന്നു. പിറകിലൂടെ കാഷ്ടം പോകുന്നു. സുബ്ഹാനല്ലാഹ്. നന്നായി കുളിപ്പിക്കുന്നു. കുളിപ്പിച്ച് റെഡിയായി പിന്നെ കഫൻ ചെയ്യലാ. സുബ്ഹാനല്ലാഹ്. വിലപിടിപ്പുള്ള വസ്ത്രമല്ല, ക്വാളിറ്റിയുള്ള തുണിയല്ല, കോറക്കഷ്ണം കൊണ്ടുവരുന്നു. മൂക്കിൽ പഞ്ഞു വെക്കുന്നു.
നാളെ വരാനുള്ളതാണ്. ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ. മൂക്കിൽ പഞ്ഞി വെക്കുന്നു, സന്ധികളിൽ പരുത്തി വെക്കുന്നു, ആയിരങ്ങൾ വിലമതിക്കുന്ന കുപ്പായം ധരിച്ചവന് കേവലമായ കോറക്കഷ്ണം കൊണ്ട് പൊതിയുന്നു. അപ്പോഴേക്ക് മയ്യിത്ത് കട്ടിൽ അതാ വലിച്ചുകൊണ്ടുവരുന്നു. 2-3 ആളുകൾ മയ്യിത്ത് കട്ടിലുമായി ഓടി വരുന്നു. കുടുംബങ്ങൾ കാണാൻ വരുന്നു. മയ്യിത്ത് കുളിപ്പിച്ചു. കാണാനുള്ളവര് കണ്ടോ? സുബ്ഹാനല്ലാഹ്. എത്തിപ്പാല് നോക്കിയവരൊക്കെ കരയുന്നു. കുടുംബക്കാര് പ്രത്യേകം കരയുന്നു. ഉസ്താദുമാര് കരയുന്നു. ശിഷ്യന്മാര് കരയുന്നു. ഉമ്മ പറയുന്നു, എന്റെ പൈതലിന് അവസാനം കാണണോ? പ്രിയപ്പെട്ട പൊന്നുമ്മ വരുന്നു. പ്രിയപ്പെട്ട മോനെ കണ്ടിട്ടും അവരുടെ മോനെ എന്നെ വിടാക്കിയിട്ട് ജി പോവാണടാ. കല്യാണം തീരുമാനിച്ച പെങ്ങളുടെ തലേന്ന് ബൈക്ക് തട്ടി ആക്സിഡന്റായ ആങ്ങളുടെ മയ്യിത്ത് കണ്ടിട്ട് പെങ്ങൾ പറയുന്നു, കാക്കാ നിങ്ങള് കല്യാണത്തിനില്ലേ? കരച്ചിലായി കരച്ചിലായി. കുട്ടികൾ നിരനിരയായി കാണാൻ നിൽക്കുന്നു. മൂത്തോനെ കണ്ട് കണ്ണുപൊത്തിപ്പോയി. പിന്നെ ചെറിയ മോളാ അല്ലെങ്കിൽ ചെറിയ മോനാ, മുലകൊടി പ്രായം കഴിയാത്ത പിഞ്ചു പൈതൽ വെല്ലിപ്പ കൊണ്ടുവന്ന് മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നു. തിരിയാത്ത കുട്ടിപ്പച്ചേന്ന് വിളിക്കുന്നു. മുണ്ടുന്നില്ല. ആരോ പറഞ്ഞു മോളെ കൊണ്ടുപോയിക്കോ, പേടിയാവും. ഈ കുട്ടിമാരോട് പറയുന്നു, ഉമ്മ അപ്പനോട് മുണ്ടണില്ല. കുട്ടിയുടെ വർത്തമാനം കേട്ട് ഉമ്മ പൊട്ടുന്നു. പടച്ചവനെ, ഇന്ന് നല്ല വിലപിടിപ്പുള്ള വണ്ടികളിൽ സഞ്ചരിക്കുന്ന നമ്മൾ 6 കാലുള്ള കട്ടിലിൽ കയറുകയാണ്. ഒരു പരിചയമില്ലാത്ത വാഹനമാണ്. കഫൻ ചെയ്തുകൊണ്ട് അതിലേക്ക് അങ്ങ് കയറ്റുന്നു. അവസാനം കരഞ്ഞുകൊണ്ടതാ മയ്യിത്ത് കട്ടിലിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് ഭാര്യ പറയുന്നു, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം. തളർന്ന് കരഞ്ഞ് ക്ഷീണിച്ചു പോയ ഭാര്യയെ അമ്മോശനും ഭർത്താവിന്റെ വാപ്പയും താങ്ങി പിടിച്ച് കാണിക്കുന്നു. നിയന്ത്രണം വിട്ടുകൊണ്ട് കരയുന്നു. എനിക്കും കുട്ടികൾക്കും പൊരണ്ടാക്കി തന്നെ നിങ്ങൾ പോവാണോ? ഭാര്യ കരയുന്നു, ഉമ്മ കരയുന്നു, കൂടെ പഠിച്ചവർ കരയുന്നു. യാത്ര ചോദിക്കാൻ പറ്റൂല, വായ തുറക്കൂല. മയ്യിത്ത് കട്ടിലിലേക്ക് കയറ്റുകയാണ്. റബ്ബേ, ഇത് വാളിന്റെ സദസ്സല്ല, ഇത് ഫക്റിന്റെ സദസ്സാ. ഈ പാതിരാവിന്റെ ഉള്ളറയിൽ ഞങ്ങൾ പല ജില്ലകളിൽ നിന്നുമുള്ളവർ പള്ളിയിൽ ഒരുമിച്ചുകൂടി ഈ നടത്തുന്ന ഫിക്ർ സ്വീകരിക്കണേ റബ്ബേ. മയ്യിത്ത് കട്ടിലിലേറ്റുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൊണ്ടുപോകുന്നു, ദിക്ർ ചൊല്ലിക്കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ മിഹ്റാബിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഇന്നലെ അവിടെ വെച്ച് നിസ്കരിച്ചവനാ, ഇന്ന് അവന്റെ മേലിൽ നിസ്കരിക്കുകയാ. എല്ലാരും വേഗം ഒന്നെടുത്ത് കയറി. മനോൻസായി വേഗം കയറി. കഴിഞ്ഞാ പറയ്. ഇല്ല, കുറച്ചാളും കൂടി ഉണ്ട്, വേഗം വരി. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് മൈക്ക് തുറന്ന് പറയുന്നു, നമ്മുടെ കൂടെ ഇന്ന് വരെ ജീവിച്ചവനാ. ആർക്കെങ്കിലും
ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തിക ബാധ്യത അവശേഷിക്കുന്നുവെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ടവരെ കാണണം. പിന്നെ നിസ്കാരമാണ്. ഇന്ന് പള്ളിയിൽ വരാൻ മടിയുള്ളവരും നാളെ വന്ന് വലിച്ചുകൊണ്ടുവന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പൊക്കല, പിന്നെ വീട്ടിലേക്കല്ല, പിന്നെ ഓഫീസിലേക്കല്ല, പിന്നെ സ്കൂളിലേക്കല്ല, പള്ളിയിലേക്കല്ല, പിന്നെ പള്ളിക്കാട്ടിൽ തുറന്നിടപ്പെട്ട ഒരു ഗുഹയുണ്ട്. തുറന്നുണ്ടാക്കിയ ഗുഹയാണ്. ഇരുട്ട് കൊണ്ട് പെയിന്റിട്ട ഗുഹയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ഇടക്ക് പകരം ആളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസ്മാന. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് വർക്ക് നീ ചൊല്ലുന്നതിൽ. മുഅ്മിനേ, ടർസിന്റെ വീടല്ല, മാർബിളില്ല, ഗ്രാനൈറ്റ് ഇല്ല, AC ഇല്ല, ഫാനില്ല. ഇരുട്ട് നിറഞ്ഞ ഇടുങ്ങിയ കല്ലറയിലേക്ക് 2-3 ആളുകൾ ചേർന്ന് താഴ്ത്തി വെക്കുന്നു. അവസാനത്തെ കാലിന് ചിലർ എത്തിപ്പാളി നോക്കുന്നു. ചരിച്ചു വെക്കുകയാ. കവളിൽ നിന്ന് കഫൻ തുണി മാറ്റി മണ്ണിലേക്ക് ചേർക്കുകയാ. മൂടുകല്ലുകൾ ഒന്നൊന്നായി വെക്കുകയാ. മോനതാ ഒന്ന് പാളി നോക്കുന്നു, കഫൻ തുണിയെങ്കിലും കാണട്ടെ. മണ്ണ് വാരിയിടുന്നു. മിന്നാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്കാ. കുടുംബത്തിന്റെ അഹങ്കാരമില്ല, ഉദ്യോഗത്തിന്റെ വലുപ്പമില്ല, പ്രഭാഷണത്തിന്റെ വൈഭവത്തിന്റെ കേമമില്ല. സാധുവായി കിടക്കുന്നു, എല്ലാ ഓട്ടയും അടക്കുന്നു, മണ്ണ് വാരിയിടുന്നു. ഇനിയാണ് ജീവിതം മോനെ, ഇത് ജീവിതമല്ല, ഇത് ജീവിതമല്ല, ഇത് കിനാവാണ്. അന്നാസുനിയാമുന്നിതാമാതൂഇന്ദബഹു. മനുഷ്യരൊക്കെ ഉറക്കിലാണ് ഉരന്നത് മരണത്തോടെയാ. ഇനി കിനാവല്ല, ഇനി യഥാർത്ഥ ജീവിതമാണ്. പടച്ചവനെ, അവിടെയാണ് കേട്ട മലക്കുകളുടെ വരവ്. മണ്ണാദ്യമായി പറയുന്നു, എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ, അനബൈത്തുദ്ദൂദി വ അനബൈത്തുൽ ഗർബ വ അനബൈത്തുൽ വഹദ വ അനബൈത്തുൽ വഹ്ശ. ഞാൻ വൈദേശിക ആധിപത്യത്തിന്റെ രാജ്യമാണ്, ഞാൻ ടെൻഷൻ കൊടുക്കുന്ന നാടാണ്, ഞാൻ പുഴുക്കള കേന്ദ്രമാണ്. അതാ 2-3 ദിവസങ്ങളാകുമ്പോൾ കവിള് ചെയ്യുന്നു, കണ്ണ് പഴുക്കുന്നു, തക്കാളി പോലെ വീർക്കുന്നു, കണ്ണ് ഉരുണ്ട് വീഴുന്നു. ആ ഗുഹയിലൂടെ പുഴുക്കൾ തലച്ചോറ് തിന്നാൻ കയറുന്നു, ഉദരം പൊട്ടിച്ചീഞ്ഞ് നാറുന്നു, ചലം കബറിൽ നിറയുന്നു. പടച്ചവനെ, ആ സമയത്ത് ഇതോർത്തുകൊണ്ട് കരഞ്ഞവന് മതാ സ്വർഗീയമായ ഉദ്യാനമായി കബറിൽ കിടക്കുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞതിൽ ഈ പാവങ്ങളായ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മലക്കാനി അസ്വദാനി യഖ്റിഖാനിൽ അർള ബിഅന്യാബിഹിമാ വശൂറുൽ ലഹുമാ ശുഊറും മസ്തൂല. കറുത്തിരുണ്ട ഭീകരമായ മലക്കുകളാണ്, പേടിയാണ്. ആനക്കൊമ്പുകളെ പോലെയുള്ള തേറ്റ പല്ലുകളാണ്,
അതുകൊണ്ട് ഭൂമി കടിച്ചു കയറിയിട്ടാ കബറിൽ വരുന്നത്. മുടിയെല്ലാം താഴേക്ക് ഇറങ്ങിയതാണ്. കണ്ണ് ഭീകരമാണ്. ശബ്ദം ഇടിവെട്ടുന്ന ശബ്ദമാണ്. ശ്വാസോച്ഛ്വാസം ചുഴലിക്കൊടുങ്കാറ്റിന്റെ ശബ്ദമാണ്. ആ മലക്കുകൾ വന്നുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാഹു നമ്മൾ അവിടെ സലാമത്താക്കട്ടെ. അല്ലാഹു സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഇത് ഇനി ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ തന്നെയും റമദാൻ മാസമല്ല റബ്ബേ, അവസാനത്തെ 10 റബ്ബേ, ഇത്തഖിന്റെ രാവല്ല റബ്ബേ, നീ റഹ്മാനല്ല റബ്ബേ, നീ റഹീമല്ല റബ്ബേ. ഈ റമദാൻ വന്നിട്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാ. റമദാനിൽ ഞങ്ങൾ മലക്കുകളായിട്ടില്ല. റഹ്മാനായ റഹീമായ ഗഫൂറായ തവ്വാബായ ഫത്തായ കരുണക്കടലേ, ഞങ്ങളെ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ റബ്ബേ. ഇത് തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഇത് തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഒരൊറ്റ കുട്ടിയെയും നരകത്തിൽ കടത്തല്ല അല്ലാ. കൊല്ലാൻ കഴിയൂല റബ്ബേ. ആ തീച്ചൂട് സഹിക്കാൻ കഴിയൂല റബ്ബേ. ഇത് തൗബയായി സ്വീകരിച്ചു ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റവും സന്തോഷമുള്ള സമയമായി ഞങ്ങളെ മരണസമയം നീ മാറ്റണേ റബ്ബേ. ഞങ്ങളെ ഏറ്റവും സന്തോഷത്തിന്റെ സമയമായി ഞങ്ങളെ മരണം നീ ആക്കണേ റബ്ബേ. അല്ലാഹുവേ, കത്തിമൂരി എന്ന് പോവാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ കൊള്ളക്കാരൗലിയാക്കളാക്കിയവനല്ലേ, നീ തമ്മാടികളെ സ്വാലിഹീങ്ങളാക്കിയവനല്ലേ. ഈ രാത്രിയിൽ ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണമേ. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ ശരീരം നന്നാക്കണേ റബ്ബേ. പഠിച്ചവനെ, ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഉർസൂജ്, അദാവത്ത്, ഹസദ് പോലെയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും ഖൽബിനെ നീ വെടുപ്പാക്കണേ റബ്ബേ. ശഹവത്തിൽ നിന്ന് കാക്കണേ അല്ലാ റബ്ബേ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് കാക്കണേ റബ്ബേ. പെടുന്നതിന് മരിപ്പിക്കല്ല റബ്ബേ. ഈ സദസ്സിൽ തന്നെയും മാരക രോഗികളുണ്ടല്ലോ റബ്ബേ. നീ സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിലാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ വല്ലാത്ത ഭീഷണിയിലാണ്. ഞങ്ങളെ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളെ എതിരാളികൾ അനുകൂലികളാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾ വളരെ ബലഹീനരാണ്. ഈമാൻ വളരെ കുറവുള്ളവരാണ്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സിഹ്റിൽ നിന്ന് കാക്കണേ അല്ലാ. ഐനിൽ നിന്ന് കാക്കണേ അല്ലാ. കടം കൊണ്ട് നിറഞ്ഞ പല ആളുകളുമുണ്ട്. ഞങ്ങളെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇങ്ങനെയുള്ള ഒരുപാട് 27-ാം രാവുകള് ജീവിതത്തിൽ ഒരുപാട് തവണ സ്വീകരിക്കാനായി നൽകണേ റബ്ബേ. ഇത് സ്വർഗത്തിലേക്കുള്ള അമലായി സ്വീകരിക്കണേ അല്ലാ. ഇത് സ്വർഗത്തിലേക്കുള്ള ഇരുത്തമായ കബൂലാക്കണേ അല്ലാ. ഭക്ഷണം നൽകുന്നവർക്ക് പരലോക ഭക്ഷണം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മക്കളിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും പിൻഗാമികളെ കണ്ട് കുറെ കാലം സുഖിച്ച് ദാവത്ത് നടത്തി മരിപ്പിക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ല അല്ലാ. ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ.
ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വാപ്പമാർ, ഉമ്മമാർ, വല്യമ്മമാർ, വല്ലിപ്പമാർ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എന്റെ പ്രിയങ്കരനായ ബാബുവാജി അടക്കമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരെങ്കിലും അദാബ് സഹിക്കുന്നുവെങ്കിൽ അവരെ അദാബ് ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, പ്രത്യേകിച്ച് നിന്റെ വലിയപ്പാന്റെ ഉറൂസാൻ, അവർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിനെ ഖബൂലാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على وآله وصحبه أجمعين. ഇനി ഒരു വളരെ പാവപ്പെട്ട സാധുവായ മനുഷ്യനുണ്ട്. അറബ് ഭാഷയിൽ ദ്വാരക്കുമ്പോൾ ഏറാബിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഏറാബിലേക്ക് നോക്കണ്ട. അദ്ദേഹം വളരെ താഴ്മയുള്ള സാധുവായ മനുഷ്യനാണ്. എല്ലാ കൊല്ലം അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ദ്വാരപ്പിക്കലുണ്ട്. 2 മിനിറ്റ് അദ്ദേഹം സുല്യരോടെ പോയി എണീക്കണീക്കണ. വളരെ പാവപ്പെട്ട ഒരാളാണോ, അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ ദുആ അദ്ദേഹം നടത്തും ഇൻഷാ അല്ലാഹ്.